Good day, students. Today's topic of discussion is solar collectors and in particular flat plate collectors. Now, solar collectors are defined as instruments that are used to collect solar energy. Solar energy collect ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് solar collectors. ഇതിൽ തന്നെ രണ്ട് തരമുണ്ട്, flat plate collectors and concentrating type collectors. അതിലത്തെ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പേര് വരാൻ കാരണം ഇതിലെ മെയിൻ കമ്പോണന്റ് ആയ അബ്സോർബർ ഒരു ഫ്ലാറ്റ് ഷേപ്പിലാണ്. ഓക്കെ, now flat plate collectors are usually used in applications where temperatures below 90 degrees Celsius are sufficient. അതായത് 100 degrees ഒന്നും വേണ്ട, അതായത് നമുക്ക് വെള്ളം ഒന്നും തിളപ്പിക്കണ്ട, ഒരു ചൂട് കിട്ടിയാൽ മതി, നല്ലൊരു ചൂട് കിട്ടിയാൽ മതി എങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. യൂഷ്വലി ഹോട്ട് വാട്ടർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഹോട്ട് എയർ കിട്ടാൻ വേണ്ടി, വീട്ടിൽ നമ്മുടെ വീട് ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഹോട്ട് എയർ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൃഷി സാധനങ്ങൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി, ഉണക്കാൻ വേണ്ടി നമുക്ക് ഹോട്ട് എയർ വേണ്ടി വരും. സോ ഫോർ ഡ്രൈയിങ് അപ്പ് ദി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അല്ലേ. അപ്പം ഇങ്ങനത്തെ ചൂട് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഓരോ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പാനൽസ് പോലെയാണ് ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ഇരിക്കുന്നത്. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സിന്റെ പ്രത്യേകത, അത് ഡയറക്റ്റ് റേഡിയേഷനും ഇൻഡയറക്റ്റ് റേഡിയേഷനും കളക്ട് ചെയ്യും. അതായത് സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന ഡയറക്റ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ ബീം റേഡിയേഷൻ, അതും കളക്ട് ചെയ്യുന്നു. പിന്നെ സൂര്യനിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് സ്കാറ്റർ ചെയ്ത് റിഫ്ലക്ട് ചെയ്തൊക്കെ വരുന്ന ലൈറ്റിനെയും അതായത് ഡിഫ്യൂസ് റേഡിയേഷനെയും ഇത് കളക്ട് ചെയ്യുന്നു. Now flat plate collectors are again of two types: liquid heating collectors and air heating collectors. ലിക്വിഡ് ഹീറ്റിംഗ് കളക്ടേഴ്സിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ലിക്വിഡ് ആണ് പാസ് ചെയ്യുക, എന്നാൽ എയർ ഹീറ്റിംഗ് കളക്ടേഴ്സിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ എയർ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, now let's go through the main components in a flat plate collector. So it has 5 main components. First one is an absorber plate. Okay, ഇത് കാണിച്ചിരിക്കുന്ന പോലെ ഒരു thin absorber plate ഉണ്ടായിരിക്കും. Then we have a transparent cover. അപ്പോൾ absorber plate മേലെയാണ് നമ്മൾ transparent cover ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ വെക്കാം. Okay. Then we have tubes or channels. They are connected to the absorber plate. കണ്ടോ, absorber plate അടിയിൽ കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂബുകൾ അല്ലെങ്കിൽ ചാനൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Now the next component is the insulation. Now this is the insulation provided. Tubes, channels, absorber plate ന്റെ അടിയിലൊക്കെ നമ്മൾ insulation material വെച്ച് cover ചെയ്യുന്നു. And the last component is the casing. എല്ലാ കമ്പോണൻസിനെ ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന കമ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ casing എന്ന് പറയുന്നത്. Okay. Now let's look into liquid heating collectors. The first type. Okay. അതിൽ ആദ്യത്തെ കമ്പോണന്റ് ആണ് അബ്സോർബർ പ്ലേറ്റ്. കണ്ടോ, അബ്സോർബർ പ്ലേറ്റിനെ കണ്ട് മനസ്സിലാക്കിയില്ലേ? ഓക്കെ, ഇനി the flat metal surface with high absorptivity is used as the absorber plate. ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് മെറ്റൽ ആണ് നമ്മൾ അബ്സോർബർ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ആ മെറ്റലിന്റെ പ്രത്യേകത വരുന്ന റേഡിയേഷനെ മാക്സിമം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ അബ്സോർപ്റ്റിവിറ്റി ഹൈ ആയിരിക്കണം, അബ്സോർബ് ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി ഹൈ ആയിരിക്കണം. ഇറ്റ് ഈസ് യൂഷ്വലി കോട്ടഡ് ബ്ലാക്ക്. നമ്മൾ ഏതൊരു സർഫസും ബ്ലാക്ക് കോട്ട് ചെയ്യുമ്പോഴാണ് അതിന് റേഡിയേഷൻ മാക്സിമം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മെറ്റൽ സർഫസിനെയും ബ്ലാക്ക് കോട്ട് ചെയ്യുമ്പോൾ മാക്സിമം റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. Now the metals usually used are copper, steel or aluminum. Okay, അതിൽ മോസ്റ്റ് പ്രിഫറബിളി നമ്മൾ യൂസ് ചെയ്യുക കോപ്പർ ആയിരിക്കും.
Now the thickness of this absorber plate is 1 to 2 millimeters. ശ്രദ്ധിച്ച മില്ലിമീറ്റർ ആട്ടോ, വളരെ ഖനം കുറഞ്ഞ മെറ്റൽ ഷീറ്റുകളാണ് നമ്മൾ ഇവിടെ അബ്സോർബർ പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഖനം കുറഞ്ഞ ബ്ലാക്ക് പെയിന്റ് അടിച്ച യൂഷ്വലി കോപ്പർ മെറ്റൽ ഷീറ്റുകൾ നമ്മൾ അബ്സോർബർ പ്ലേറ്റ് ആയിട്ട് എടുക്കുന്നു. Now the next component is the transparent cover. ഇവിടെ ജിഗിൾ ചെയ്യുന്ന കമ്പോണന്റ് കണ്ടില്ലേ, അതാണ് ട്രാൻസ്പെറൻറ്റ് കവർ. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ മോസ്റ്റ് പ്രിഫറബിളി ഇവിടെ ഗ്ലാസ് തന്നെയാണ് കവറായിട്ട് യൂസ് ചെയ്യുന്നത്. പറയാൻ കാരണം ഗ്ലാസ് എന്ന് പറയുന്നത് ഈവൻ ദോ ഇറ്റ് ഈസ് എ ബിറ്റ് കോസ്റ്റ്ലി ദാൻ പ്ലാസ്റ്റിക്, ഇറ്റ് ഈസ് മോർ ഡ്യൂറബിൾ. ഓക്കെ, ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ അത് ഉടഞ്ഞു പോകും അതല്ല നോക്കേണ്ടത്. ഇൻസ്ട്രുമെന്റ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. കാലക്രമേണ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഡീഗ്രേഡ് ചെയ്ത് പോകാനാണ് സാധ്യത. ഓക്കെ, അതിന്റെ ക്വാളിറ്റി മോശമായി പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ക്രാക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിലോ അത് കൂടുതൽ കാലം മിനിമം മെയിൻ്റനൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, now this cover is transparent to incoming sunlight and opaque to infrared rays radiated from the absorber. Okay, അപ്പോൾ ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൽ സംഭവിക്കുന്നത് എന്താ, സൺലൈറ്റ് ഈ ഇൻസ്ട്രുമെന്റിന്റെ മേലെ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ this glass allows the sunlight to pass through. Okay, and sunlight falls on the absorber plate. The absorber absorbs the sunlight and it re-radiates back a bit of the radiation in the form of infrared rays. അല്ലേ, ഇപ്പൊ പുറത്തേക്ക് വരുന്ന ഇൻഫ്രാറെഡ് റേസ് എന്നിട്ട് if it tries to go out, glass will block it. Glass എന്ന് പറയുന്നത് it is opaque to infrared rays. It will not allow infrared rays to pass through, hence it will remain in this region. Okay, അപ്പോൾ ഈ ഏരിയനെ അത് കൂടുതൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. Okay, hence absorber will get more heated up. Now 2 or more sheets can be used to trap heat and reduce air convection loss. അതായത് ഈ ഒരു ഗ്ലാസ് കവർ അല്ല, ഇതിലും കൂടുതൽ 2 ഗ്ലാസ് കവർ വരെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ 2 ഗ്ലാസ് കവർ യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ കുറച്ച് ഹീറ്റ് ഫസ്റ്റ് ഗ്ലാസ് കവറിൽ നിന്ന് എസ്കേപ്പ് ചെയ്താൽ അത് രണ്ടാമത്തെ ഗ്ലാസ് കവറിൽ ബ്ലോക്ക് ചെയ്ത് പിടിച്ചോളും. ഓക്കെ, പിന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഗ്ലാസ് കവറിന്റെ മേലേക്കോടെ ഇപ്പൊ നമ്മൾ വിൻഡ് ഉണ്ടെങ്കിൽ, ചെറിയൊരു വിൻഡ് ഉണ്ടെങ്കിലും എയർ ഫ്ലോ ചെയ്യുന്നെങ്കിൽ തന്നെ ഗ്ലാസ് കവറിന്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇൻ എഫക്റ്റ് ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയാനാണ്, ഈ റീജിയനിലെ ടെമ്പറേച്ചർ കുറയാനാണ് അത് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എയർ ഫ്ലോ ഇല്ലാതിരിക്കാൻ വേണ്ടി രണ്ടാമതൊരു കവർ വെച്ചാൽ അവിടെ എയർ ഫ്ലോ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടുത്തെ എയർ കൺവെക്ഷൻ ലോസും നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്, വി ക്യാൻ റെഡ്യൂസ് ദി എയർ കൺവെക്ഷൻ ലോസ്. Now the thickness of the glass sheet used is 3 to 4 millimeters. അതും വളരെ കനം കുറഞ്ഞ ഗ്ലാസ് പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ആയിരിക്കും. Okay. Now the next component is the tubes or channels attached to the absorber plate. കണ്ടോ, ഈ ട്യൂബ്സ് കണ്ടുല്ലോ, ഈ ട്യൂബ്സ് അല്ലെങ്കിൽ ചാനൽസ് ആണ് അബ്സോർബർ പ്ലേറ്റിന്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. Okay. Now copper tubes are in thermal contact with the absorber. നമ്മൾ മോസ്റ്റ് പ്രിഫറബിളി കോപ്പർ ട്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം കോപ്പർ എളുപ്പം ചൂടാകും. ആൻഡ് ദീസ് ട്യൂബ്സ് ആർ ഇൻ തെർമൽ കോണ്ടാക്ട്, അതായത് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് അബ്സോർബർ പ്ലേറ്റ് ഒന്ന് ചൂടാവുമ്പോൾ ഒപ്പം കോപ്പർ ട്യൂബും ചൂടാകും. അതിനെയാണ് തെർമൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ വെൽഡഡ് ടുഗെദർ. Corrugated galvanized sheets are also used. Okay, ഈ ട്യൂബ്സിന് പകരം അബ്സോർബർ പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ ആസ്ബെസ്റ്റോ ഷീറ്റ് പോലെ കോറുഗേറ്റ് ചെയ്തിരിക്കുന്ന ഷീറ്റും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. The fluid is transferred through these tubes. ഈ കോപ്പർ ട്യൂബ്സിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ എന്നിട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ അബ്സോർബർ പ്ലേറ്റ് ചൂടായിട്ട് ഉണ്ടാവും, അപ്പോൾ ആ ചൂട് കോപ്പർ ട്യൂബ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ
ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന വെള്ളം എന്നിട്ട് ഈ ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് ചൂടുവെള്ളമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഇൻസ്ട്രുമെന്റിൽ നിന്ന് പുറത്തേക്ക് വരാ പിന്നെ ചൂടുവെള്ളമാണ്. ഓക്കെ, സോ വി ഗെറ്റ് ഹോട്ട് വാട്ടർ ഫ്രം ദിസ് ലിക്വിഡ് ഹീറ്റിംഗ് കളക്ടേഴ്സ്. The fluid used may be water or a mixture of water and ethylene glycol. ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന് ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ വാട്ടർ തന്നെ ഈ പറയുന്ന കളക്ടറിൽ കൂടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ a mixture of water and ethylene glycol can be passed to transfer the heat. Finally, we will be getting hot water. Okay, hot water is collected at the end. Now, the heat in the absorber is continuously removed by passing water through the tubes. അപ്പോൾ നമ്മൾ ഒരു ടാങ്ക് ആണ് ഈ കളക്ടറിന്റെ അക്രോസ് കണക്ട് ചെയ്യുന്നത്. ഈ ടാങ്കിൽ നിന്ന് നല്ല കൂൾ വാട്ടർ ഈ ലിക്വിഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ കോപ്പർ ട്യൂബ്സിൽ കൂടെ കടക്കുമ്പോൾ വെള്ളം പതുക്കെ ചൂടാകുന്നു. അവസാനം ചൂടുവെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യമല്ല, വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പാസ് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ല ചൂടുവെള്ളം നമുക്ക് കിട്ടും. ഓക്കെ, വെരി ഹോട്ട് വാട്ടർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. വാട്ടർ മേ ഫ്രീസ് ഇൻ കോൾഡ് ക്ലൈമറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു കോൾഡ് കൺട്രിയിലാണ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് കോൾഡ് ആണെങ്കിൽ രാത്രിയിലൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനൊക്കെ താഴെ പോകാം അല്ലേ. അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഈ കളക്ടറിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഫ്രീസ് ചെയ്യും. വെള്ളം ഫ്രീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ട്യൂബുകൾ ക്രാക്ക് ആവാൻ സാധ്യതയുണ്ട്, ട്യൂബുകളിൽ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ട്യൂബ് നശിക്കും ഒരു കാര്യം. അപ്പൊ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമ്മൾ രാത്രി വെള്ളം അതിൽ നിന്ന് മാറ്റിയിട്ട് രാവിലെ ആകുമ്പോൾ മാത്രം വീണ്ടും ട്യൂബിൽ വെള്ളം നിറച്ചാൽ മതി എന്ന് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മിങ്ങനെ മാറി മാറി വെള്ളം കയറ്റുന്നു വെള്ളം ഇറക്കുന്നു, വെള്ളം കയറ്റുന്നു വെള്ളം ഇറക്കുന്നു, അതൊക്കെ ചെയ്യുമ്പോൾ എയർ ഇതിന്റെ കൂടെ കയറാണ് അല്ലേ. അപ്പോ ഈ കോപ്പർ ട്യൂബ് കൂടുതൽ കൊറോഡ് ചെയ്യും, കൊറോഷൻ നടക്കും ആ കോപ്പർ ട്യൂബുകളിൽ കേട്ടോ. സോ വാട്ടർ can also corrode the metal tubes. The other problem, cracks ഉണ്ടെങ്കിൽ leaks in the water circulation will drastically affect the collector. Okay, ഇപ്പോൾ വാട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്ടർ തന്നെയാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഇതിൽ ഹീറ്റ് കളക്ട് ചെയ്യാൻ പറ്റിയ മീഡിയം. ഓക്കെ, now the next component is the insulation. It is shown here. Okay, this part is the insulation. Now the purpose of the insulation is that it provides thermal insulation and it is placed behind the absorber plate. അല്ലേ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അബ്സോർബർ പ്ലേറ്റ് ഹീറ്റിനെ കളക്ട് ചെയ്യണം അല്ലേ. ആ കളക്ട് ചെയ്ത ഹീറ്റ് നഷ്ടപ്പെട്ടു പോകരുത്, അടുത്തുള്ള സൈഡുകളിലൊക്കെ ചൂടായിട്ട് അത് നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ തെർമൽ ഇൻസുലേഷൻ കൊടുക്കുന്ന സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ കോപ്പർ ട്യൂബുകളിൽ കൂടെയും നമുക്ക് ആ ചൂട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ. ഹോട്ട് വാട്ടർ ആണ് കോപ്പർ ട്യൂബിൽ കൂടെ നമുക്ക് പാസ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെയും ചൂട് നഷ്ടമാവാൻ പാടില്ല. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി അതിനു ചുറ്റും നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുന്നു. ഓക്കെ, യൂഷ്വലി നമ്മൾ ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് മിനറൽ വൂൾ, അല്ലെങ്കിൽ ഗ്ലാസ് വൂൾ, അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൽ നിന്നുള്ള ഹീറ്റ് ലോസ് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അളവ് കുറയ്ക്കാം, മിനിമൈസ് ചെയ്യാം എന്നുള്ളൂ. ഓക്കെ, now the thickness of this insulation is usually 5 to 10 centimeter. 10 സെന്റിമീറ്ററിലൊക്കെ ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. Now the next component is the casing. Okay, ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ casing എന്ന് പറയുന്നത്. Casing ചെയ്യുന്നത് it encloses all the components. ഈ എല്ലാ absorber plate, glass cover, insulation, copper tubesനെയൊക്കെ ഒരുമിച്ച് എൻകേസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന casing. It also protects these components from the external weather. പുറമേത്തെ ക്ലൈമറ്റിൽ നിന്ന് നമ്മുടെ ഇന്റേണൽ കമ്പോണൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. Now
The next type of flat plate collector is the solar air collectors. അപ്പോൾ ലിക്വിഡ് കളക്ടേഴ്സിൽ നിന്ന് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ്. ഓക്കെ, ലിക്വിഡ് ടൈപ്പ് കളക്ടേഴ്സിൽ നമ്മൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് പാസ് ചെയ്തിട്ടാണ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അബ്സോർബർ പ്ലേറ്റിൽ നിന്ന് നമ്മൾ ചൂടുവെള്ളം പുറത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ ലിക്വിഡിന് പകരം സോളാർ എയർ കളക്ടേഴ്സിൽ എയർ പാസ് ചെയ്തിട്ടാണ് നമ്മൾ അബ്സോർബർ പ്ലേറ്റിൽ നിന്ന് ചൂടെടുക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് നമുക്ക് ഹോട്ട് എയർ ആണ് കിട്ടുന്നത്. ഓക്കെ, so the space below or above the absorber serves as the air channel. അപ്പോൾ അബ്സോർബർ പ്ലേറ്റിന്റെ മേലെ കൂടെ വേണമെങ്കിൽ നമുക്ക് എയർ പാസ് ചെയ്തിട്ട് ഹീറ്റ് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അടിക്കൂടെയും പാസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ കൂടെ ഈ ഒരു ഏരിയയിൽ കൂടെ, ഇവിടെ ഇൻസുലേഷൻ ആവണമെന്നില്ല, ഈ ഒരു ഏരിയയിൽ കൂടെ നമുക്ക് എയർ കളക്ട് ചെയ്യാനുള്ള ഒരു ചാനൽ ആകാം. ഓക്കെ, now when the air is passed through the channels, air collects the heat from the absorber, അല്ലേ? അപ്പൊ ഇതിൽ കൂടെ ഈ ഒരു ബിലോ പോർഷനിൽ കൂടെ എയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അബ്സോർബറിൽ നിന്നുള്ള ചൂടിനെ അത് ഹീറ്റ് കളക്ട് ചെയ്തിട്ട് എയർ പാസ് ചെയ്യുന്നു. The fins attached to the plate increase the contact surface. ഇവിടെ ഈ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, ഇതിനെയാണ് ഫിൻസ് എന്ന് പറയുന്നത്. നീളത്തിൽ കുറച്ച് പ്രൊജക്ഷൻസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോണ്ടാക്ട് കൂട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഭാഗങ്ങളും അബ്സോർബർ പ്ലേറ്റ് ചൂടാവുന്നതിനനുസരിച്ച് ഫിൻസും ചൂടാവും. അപ്പോ എയർ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കൂടുതൽ സർഫസിൽ കൂടെയാണ് എയർ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ കൂടുതൽ ഹീറ്റിനെ എയർ അബ്സോർബ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. The use of air removes the freezing and corrosion problems. Okay, അപ്പൊ ലിക്വിഡ് ടൈപ്പ് കളക്ടേഴ്സിൽ നമ്മൾ കണ്ടില്ലേ, വെള്ളം ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം കാരണം ട്യൂബ്സ് കൊറോഡ് ചെയ്ത് പോകാം. അത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എയർ കാരണം നമുക്ക് ആ പ്രോബ്ലംസ് ഒഴിവായി കിട്ടും. ഹോട്ട് എയർ ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് ഫോർ സ്പേസ് ഹീറ്റിംഗ്. നമുക്ക് ഈ പറയുന്ന ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൽ നിന്ന് അവസാനം കിട്ടുന്ന ഹോട്ട് എയർ ആണ്. അത് ഡയറക്ട്ലി വേണമെങ്കിൽ നമ്മുടെ വീടിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. Now there are two types of solar air collectors: the non-porous absorber plate type collector and the porous absorber plate type collector. ഇവർ തമ്മിലുള്ള ആകെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അബ്സോർബർ പ്ലേറ്റിലാണ്. പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാം, നോൺ പോറസ് അബ്സോർബർ പ്ലേറ്റ് ടൈപ്പില് ആ അബ്സോർബർ പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ ഒന്നും കടക്കാൻ പറ്റില്ല. അത് നോൺ പോറസ് ആണ്, അതിൻ്റെ ഉള്ളിൽ പോഴ്സ് ഇല്ല. ഓക്കെ, എന്നാൽ പോറസ് അബ്സോർബർ പ്ലേറ്റ് ടൈപ്പ് കളക്ടറിൽ അബ്സോർബർ പ്ലേറ്റ് പോറസ് ആണ്, അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എയറിനെ കടത്തി വിടാൻ പറ്റും, കാരണം ആ അബ്സോർബർ പ്ലേറ്റിൽ പോഴ്സ് ഉണ്ട്. Okay, so first let us go through the non-porous absorber plate type collectors. So in it, the absorber plate is cooled by passing air over both sides of it, more preferably below the plate. കണ്ടോ, അപ്പൊ ഇവിടെ നമുക്ക് അബ്സോർബർ പ്ലേറ്റിന്റെ മേലേക്കോടെയോ അടിക്കോടെയോ എയർ പാസ് ചെയ്തിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാം. അപ്പൊ മോർ പ്രിഫറബിളി നമ്മൾ പറയുന്നത് അടിക്കോടെ പാസ് ചെയ്തിട്ടാണ്. പറയാൻ കാരണം, ഇപ്പൊ ഈ അബ്സോർബർ പ്ലേറ്റ് സൺലൈറ്റിനെ തന്നെ മെയിനായിട്ട് വരുന്ന സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് മേലെ നിന്നല്ലേ. അപ്പൊ ഇതിന്റെ മേലെ കൂടെ വീണ്ടും നമ്മൾ എയർ പാസ് ചെയ്താൽ സൺലൈറ്റിനെ അത്രയും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അബ്സോർബർ പ്ലേറ്റിന്, കേട്ടോ. അപ്പോൾ അതിന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എയർ താഴേക്കൂടെ തന്നെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മേലെ അബ്സോർബർ പ്ലേറ്റിന്റെ അപ്പർ സർഫസ് മാക്സിമം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, താഴത്തെ കൂടെ എയർ ഈ പറയുന്ന അബ്സോർബർ പ്ലേറ്റിന്റെ ചൂടിനെ വലിച്ചെടുത്ത് പാസ് ചെയ്ത് പോകുന്നു. ലാർജ് പ്രഷർ ഇസ് റിക്വയർഡ് ടു പാസ് ദി എയർ ത്രൂ ദി എയർ ഡക്ട്. അപ്പോൾ എയർ പ്രഷർ കൂടുതലായിരിക്കണം എന്നാ പറയണത്, ഈ കാറ്റിനെ ഈ ചാനലിൽ കൂടെ കടത്തിവിടാൻ. The efficiency of the non-porous absorber plate type collectors is lower than that of the liquid collectors. പറഞ്ഞു വരുന്നത് എഫിഷ്യൻസി എന്ന ടേമിനെ പറ്റിയാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ
the output you get depending upon the input you have given. Okay. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വെറുതെ മനസ്സിലാവാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എനർജിയുടെ ടേംസിൽ പറയാം. ജസ്റ്റ് ഇപ്പം ഞാൻ 10 യൂണിറ്റ്സ് എനർജി ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് കൊടുത്താൽ ഞാൻ പ്രതീക്ഷിക്കുക എനിക്ക് 10 യൂണിറ്റ് തന്നെ എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം, അല്ലേ? ഞാൻ എന്ത് കൊടുത്തോ അത് മാക്സിമം തന്നെ അത് ഔട്ട്പുട്ടായിട്ട് വരണം, അല്ലേ? പക്ഷെ മിക്കതിലും നമുക്ക് ഒരിക്കലും അങ്ങനെ കിട്ടില്ല. നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റിലും അങ്ങനെ കിട്ടില്ല കേട്ടോ. മിക്കപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാളും കുറവാണ് നമ്മൾ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അതിനെ അളക്കാനുള്ള ഒരു ടേമാണ് എഫിഷ്യൻസി. ഓക്കെ. ഇവിടെ പറയുന്നത് ഈ നോൺ പോറസ് അബ്സോർബർ പ്ലേറ്റ് ടൈപ്പ് കളക്ടേഴ്സിൽ നമുക്ക് കിട്ടുന്ന സൺലൈറ്റിന്റെ അത്രയും നമുക്ക് ഔട്ട്പുട്ടില് ഹോട്ട് എയർ ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി കുറവാണ് കമ്പയർഡ് ടു ലിക്വിഡ് കളക്ടേഴ്സ്. നമുക്ക് വെള്ളം ചൂടായി കിട്ടുന്നേക്കാളും കുറവായിരിക്കും ഇതിൽ എയർ ചൂടായിട്ട് കിട്ടാന്ന് പറയുന്നത്. Now, in the porous absorber plate type collectors, the absorber plate utilizes a honeycomb structure. ഇതില് നമ്മുടെ അബ്സോർബർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു തേനീച്ചക്കൂടിന്റെ സ്ട്രക്ചർ പോലെയാണ്. അപ്പൊ തേനീച്ചക്കൂട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൽ അറിയാലോ ഒരു ഹണികോംബ് നേച്ചർ, അതായത് കുറെ ഷേപ്സ് ആണ്. ആ ഹണിയൊക്കെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഷേപ്പുകൾ കണ്ടിട്ടില്ലേ? ഭയങ്കര കുറെ പോറസ് റീജിയൻസ് ആണ്, അല്ലേ? കുറെ ഗ്യാപ്സ് ഉള്ള പോലത്തെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഈ ടൈപ്പ് ഓഫ് കളക്ടറിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കാന്ന് വെച്ചാല് the sunlight, solar radiation penetrates to greater depths and more heat can be absorbed in the absorber plate. അപ്പോൾ വരുന്ന സൺലൈറ്റ് തന്നെ അബ്സോർബർ പ്ലേറ്റിന്റെ മേലെ മാത്രമല്ല ഉള്ളിലേക്കും കൂടി വീഴുന്നുണ്ട്. ഗ്യാപ്സ് ഉള്ളത് കൊണ്ട് ഉള്ളിലേക്കും കൂടി കൂടുതൽ ഡെപ്തിലേക്ക് വീണിട്ട് കൂടുതൽ സൺലൈറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ heat can be better collected through this matrix. അതായത് when air is passed through this honeycomb structure, okay, എയർ മേലെ കൂടെയോ താഴെ കൂടെ മാത്രമല്ല പാസ് ചെയ്യുന്നത്, ഈ പറയുന്ന അബ്സോർബർ പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നു. മേലേന്ന് അടിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കൂടുതൽ ഹീറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പറയാം. Lower pressure and hence less effort is needed to pass air through the air ducts. അപ്പോൾ കുറച്ച് പ്രഷർ മതി ഇങ്ങനെ നമുക്ക് അബ്സോർബർ പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ എയറിനെ പാസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ മിനിമം എഫേർട്ട്, കുറച്ച് എഫേർട്ട് മതി, നമുക്കത് കൂടുതൽ എളുപ്പമായി. The porous layer can even be a layer of crushed glass. ഇതിന്റെ സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പോറസ് ലെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറെ കുപ്പിച്ചില്ലുകൾ ഉണ്ടല്ലോ, അത് ക്രഷ് ചെയ്തിട്ട് ലെയർ പോലെ വെച്ചാൽ തന്നെ അതൊരു പോറസ് അബ്സോർബർ പ്ലേറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി എത്രത്തോളം അത് ചൂടാവാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ കുറച്ച് പഴയ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഉടയ്ക്കുക. എന്നിട്ട് കുറെ കഷ്ണങ്ങൾ ചില്ല് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു നല്ലൊരു കനുള്ള ഒരു ഷീറ്റിൽ ജസ്റ്റ് നിരത്തി വെക്കും മുന്നിൽ, നമ്മുടെ വീടിന്റെ മുന്നിൽ. കുറച്ച് നേരം കഴിയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഈ ചില്ലുകളൊക്കെ നല്ല ചൂടായിട്ടുണ്ടാവും, അല്ലേ? ഇപ്പൊ ഗ്ലാസ് ക്യാൻ എന്താ പറയാ, അതിന് ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ മേലേക്കൂടെ നമ്മൾ കണ്ടിന്യൂസ്ലി എയർ പാസ് ചെയ്യുകയാണെങ്കിൽ ആ പുറത്തേക്ക് വരുന്ന എയർ ഹോട്ടായിരിക്കും. ഓക്കെ. ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നല്ലൊരു കേസിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പറയുന്നത് വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ട് വീടിന്റെ മേലെ വെച്ചാൽ അതിന്റെ ഉള്ളിൽ കൂടെ ഹോട്ട് എയർ പാസ് ചെയ്താൽ ഇങ്ങനെ കോൾഡ് കൺട്രീസിലൊക്കെ പുറത്തേക്ക് വരുന്ന ഈ ഹോട്ട് എയർ വെച്ചിട്ട് ഈ വീടിനെ ചൂടാക്കാൻ പറ്റും. Now, what are the advantages of these flat plate collectors? ഏതായാലും ലിക്വിഡ് ടൈപ്പ് ആയാലും എയർ കളക്ടേഴ്സ് ആയാലും, what are the advantage of these flat plate collectors? It can collect both beam and diffuse radiation. Okay. ഇപ്പോൾ ഡയറക്റ്റ് റേഡിയേഷന് മാത്രമല്ല, ഇത് സ്കാറ്റർ ചെയ്ത് വരുന്ന റേഡിയേഷനെയും ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ റേഡിയേഷനെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി ഓറിയന്റഡ് ടുവേർഡ്സ് ദ സൺ കേട്ടോ. നമ്മൾ പൈറീലിയോമീറ്റേഴ്സിൽ കണ്ടിരുന്നു, അബോട്ട് സിൽവർ ഡിസ്ക് പൈറീലിയോമീറ്റർ എന്ന് പറഞ്ഞ ആ ട്യൂബ് എപ്പോഴും നമ്മുടെ സൺ എവിടെയാണോ അങ്ങോട്ട് ഈ ട്യൂബ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം.
ഓക്കെ. പക്ഷേ അവിടെ എന്ന് പറയുന്നത് നമ്മൾ അളക്കാണ്, മെഷർ ചെയ്യണം എത്ര വരുന്നുണ്ടെന്ന് മാത്രം. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന എനർജീനെ മുഴുവൻ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്തോരം വരുന്നൊന്നല്ല, നമ്മൾ എത്രത്തോളം നമുക്കിവിടെ ശേഖരിച്ച് വെക്കാൻ പറ്റുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ എവിടേക്കെങ്കിലും സൺ പോകുന്ന സ്ഥലം നോക്കിയൊന്നും ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിങ്ങനെ പ്ലെയിൻ എയറിൽ സൺലൈറ്റിൽ വെച്ചാൽ മതി. അപ്പൊ സണ്ണിന്റെ പൊസിഷൻ മാക്സിമം എവിടെയായിരിക്കും എന്നുള്ളത് മാത്രം നോക്കാം. നമ്മൾ വെറുതെ സർഫസിൽ ഹോറിസോണ്ടലായിട്ട് നമ്മൾ സാധാരണ വെക്കാറില്ല. ചെറുതായിട്ട് ഇൻക്ലൈൻ ചെയ്ത് ചെറുതായിട്ട് ചെരിച്ച് വെക്കാറുണ്ട്. കാരണം നമ്മുടെ ആകാശത്തേക്കൂടെ നമ്മൾ നേരെ മേലെയല്ല പോവാറ് സൺ, കുറച്ചൊരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ കൂടെയാണ് സൺ ട്രാവൽ ചെയ്യുക. അപ്പൊ ആ ഡയറക്ഷനിലേക്ക് നമ്മളിത് ഓറിയന്റ് ചെയ്ത് വെക്കും. ഓക്കെ. ഇറ്റ് റിക്വയർസ് ലിറ്റിൽ മെയിൻ്റനൻസ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസിന്റെ കാര്യം നമ്മൾ അങ്ങോട്ട് പോണ്ടി തന്നെ വരാറില്ല. കാരണം ഇതിന്റെ കമ്പോണൻസ് അത്രയും സിമ്പിൾ ആണ്. അതിന് കൂടുതൽ മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ക്രാക്കോ എന്തെങ്കിലും പൊട്ടലോ വന്നാൽ മാത്രം നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് മെക്കാനിക്കലി സിംപ്ലർ ദാൻ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് കളക്ടേഴ്സ്. അപ്പൊ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് കളക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ പ്രാക്ടിക്കലി ഒന്നും തന്നെ ഇല്ല. എല്ലാ കമ്പോണൻറ്റും വളരെ സിമ്പിൾ ആണ്. വലിയ മെക്കാനിക്കൽ കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല കേട്ടോ. സോ ഇറ്റ് ഇസ് മച്ച് സിംപ്ലർ ഇൻ ഡിസൈൻ. So we have come to the end of today's discussion. You can learn well. Thank you.